പ്രവാസി ക്ഷേമ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്രവിഹിതം അനുവദിക്കണമെന്നും ആവശ്യം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. പ്രവാസി ക്ഷേമ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്രവിഹിതം അനുവദിക്കണമെന്നും കേരള പ്രവാസി സംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. എമിഗ്രേഷൻ ഫീസിനത്തിലൂടെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നതെന്നും ഇതിൽ നിന്നും ഒരു നയാ പൈസ പോലും പ്രവാസികൾക്കു വേണ്ടി വിനിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നും കേരള സർക്കാർ മാതൃകയിൽ കേന്ദ്ര സർക്കാരും പ്രവാസി ക്ഷേമ പദ്ധതിയിലേക്ക് തുക വകയിരുത്തി പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വാണിയമ്പാറ ബി ബാലകൃഷ്ണൻ, കെ പി ഗണേഷ് നഗറിൽ നടന്ന സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മഞ്ഞക്കുളം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ കാലഘട്ടത്തിൽ സിംഗപ്പൂരിലും ബർമയിലും സിലോണിലും ഇന്തോനേഷ്യ, മലേഷ്യ എന്നുള്ള രാജ്യത്തേക്കായിരുന്നു അത്യാവശ്യം ആളുകൾ കച്ചവടത്തിനായിട്ടും തൊഴിലുകൾ തേടിയും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ 1960-കളിന് ശേഷം 66-67 കാലഘട്ടത്തിലാണ് ഗൾഫ് മരുഭൂമികളിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാഹചര്യം രൂപപ്പെടുകയും ആ രാജ്യത്തേക്ക് പ്രവാസികളായി കുറെ മലയാളികൾ തുടക്കത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ അന്ന് ലോഞ്ചുകളിലായി പോയിട്ടുണ്ട്. വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. കെ വി സുരേന്ദ്രൻ, ജലീൽ കാപ്പിൽ, ഷാജി എടമുണ്ട, ശ്രീധരൻ പേടകം, തങ്കമണി രാഘവൻ, മഞ്ജുനാഥൻ എന്നിവർ സംസാരിച്ചു. പി കൃഷ്ണൻ കോടാട്ട് സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി കെ വി സുരേന്ദ്രനെ സെക്രട്ടറിയായും വി രാഘവനെ പ്രസിഡന്റായും പി മഞ്ജുനാഥനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.